വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ജിസ്ന ഫ്രാൻസിസ്. അപ്പോൾ ഇന്നൊരു കുർത്ത ഹാളുമായിട്ടാണ് വന്നേക്കുന്നത്. മിന്ത്ര കുർത്ത ഹാൾ ചെയ്യുമോ എന്ന് എന്നോട് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ മിന്ത്ര കുർത്ത ഹാളുമായിട്ട് വന്നേക്കാണ്. മിന്ത്രയിൽ ഇപ്പോൾ സെയിൽ നടക്കുകയാണ്. എൻഡ് ഓഫ് റീസെൻറ്റ് സെയിൽ അത് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. നല്ല ഓഫേഴ്സിൽ ഡ്രസ്സസൊക്കെ അവൈലബിൾ ആണ്. കുറേ കൂപ്പൺസും ഉണ്ട്. ഇൻ്റർനാഷണൽ ബ്രാൻഡ്സിൻ്റെ ഡ്രസ്സസൊക്കെ അടിപൊളി ഓഫേഴ്സിൽ അവൈലബിൾ ആണ്. അപ്പോൾ ദിസ് ഇസ് ദ ബെസ്റ്റ് സെയിൽ ടു ഷോപ്പ്. ഈവൻ ഇന്നിട്ടേക്കുന്ന ഈ ഒരു ഡ്രസ്സ് ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് മിന്ത്ര ഹാളിൽ. ഇത് നല്ലൊരു കോട്ടൺ ഡ്രസ്സാണ്. ഡീറ്റെയിൽഡ് വീഡിയോ കാണണമെങ്കിൽ ഈ ഒരു ഐ കാർഡിൽ ക്ലിക്ക് ചെയ്താൽ മതി, നിങ്ങൾക്ക് കാണാം. ഞാൻ കാണിക്കാൻ പോകുന്ന കുർത്താസൊക്കെ നല്ല അഫോർഡബിൾ ആണ്. എല്ലാം 600 റുപ്പീസിന് താഴെയാണ്. ഇതാണ് ഫസ്റ്റ് കുർത്ത. ഒരു പിങ്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന ഫ്ലോറൽസിൻ്റെ ഒരു കുർത്തയാണ്. ഒരു ഷോർട്ട് സ്ലീവാണ് വന്നേക്കുന്നത്. ഷോർട്ട് സ്ലീവ് എന്ന് പറഞ്ഞാൽ ഒരു നീ ലെങ്ത്തിന് എബോവ് ആയിട്ട് കിടക്കും. അങ്ങനെ ഒരു ഷോർട്ട് സ്ലീവാണ്. നല്ല കോട്ടൺ മെറ്റീരിയലാണ്. ഇങ്ങനെ ഒരു വി നെക്ക് ടൈപ്പാണ് വന്നേക്കുന്നത്. നെക്കിലും സ്ലീവിലും ഇങ്ങനെ ലേസ് ഒരു ക്രോഷേ ടൈപ്പ് ലേസ് പോയിട്ടുണ്ട് കേട്ടോ. ആലിയ കട്ട് ടൈപ്പാണ് ഫ്രണ്ടിൽ വന്നേക്കുന്നത്. എന്നിട്ട് താഴെയിട്ട് ഇങ്ങനെ ഫ്ലെയർഡ് ആയിട്ട് കിടക്കുന്നു. ബാക്കിലും ഇങ്ങനെയൊരു ആ കട്ടിങ്ങിലൂടെ ലേസ് പോയിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു ഡ്രസ്സാണ്. ഈ ഒരു ഡ്രസ്സ് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവർ നോട്ട് ചെയ്യുക. സൈസ് അവർ സൈസ് ചാർട്ട് മെൻഷൻ ചെയ്തിട്ടില്ല. സ്മോൾ, മീഡിയം, ലാർജ്, എക്സൽ അതൊക്കെ സൈസസ് അവൈലബിൾ ആണ്. പക്ഷേങ്കിൽ സൈസ് ചാർട്ടിൽ എത്രയാണ് സ്മോൾ എത്രയാണ് മീഡിയം എന്നുള്ള റേഞ്ച് കൊടുത്തിട്ടില്ല. അപ്പോൾ യൂഷ്വലി ഞാൻ ലാർജ് ആണ് വാങ്ങിക്കുന്നത്. 38 ആണ്. അപ്പോൾ ഇത് ഞാൻ ലാർജ് തന്നെയാണ് ട്രൈ ചെയ്ത് എനിക്ക് പാകമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആ ഒരു കാൽക്കുലേഷനിൽ വാങ്ങിക്കുക. നല്ലൊരു കോട്ടൺ ഡ്രസ്സാണ്. ഇതിൻ്റെ കുറേ കളേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കി. ഈ കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ ഇതിൻ്റെ വേറെ കുറേ കളേഴ്സ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ കുറേ സൈസസും അവൈലബിൾ ആണ്. ഈ കുർത്ത നിങ്ങൾക്ക് ഡ്രസ്സ് ആയിട്ട് സ്റ്റൈൽ ചെയ്യാം, കുർത്ത സെറ്റായിട്ട് സ്റ്റൈൽ ചെയ്യാം. ഒരു വൈറ്റ് ബോട്ടം ഇട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെയും സ്റ്റൈൽ ചെയ്യാം. കംഫർട്ടബിൾ ആണ് കേട്ടോ ഇടാൻ. അതുപോലെ തന്നെ കോളേജ് ഗോയിങ് ഗേൾസിനാണെങ്കിലും ഓഫീസ് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ അടിപൊളിയായിട്ടുള്ള ഒരു കുർത്തയാണിത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 459 രൂപയാണ്. ഇന്ന് ഞാൻ കാണിക്കുന്ന ചില ഡ്രസ്സസിനൊക്കെ സ്പെഷ്യൽ കൂപ്പൺസും അവൈലബിൾ ആണ്. സെക്കൻഡ് കുർത്ത ഈ ഒരു വൈറ്റ് കുർത്തയാണ്. നല്ല പ്യുവർ കോട്ടൺ മെറ്റീരിയൽ ആണ്. അതിനകത്ത് ഇങ്ങനെ എത്നിക് മോട്ടീവ് വരുന്നുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്ലോറൽസ് ആണ് കേട്ടോ. ഇത് ഇങ്ങനെ സ്ലീവിലും വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഡ്രസ്സിൻ്റെ താഴ്ഭാഗത്ത് ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് വരുന്നുണ്ട്. നല്ല ഭംഗിയുള്ളൊരു ഡ്രസ്സാണ്. വി നെക്കാണ്. എന്നിട്ടൊരു പൈപ്പിംഗ് വന്നിട്ടുണ്ട്. സ്ലീവ് ആണെങ്കിൽ ഒരു 3/4 സ്ലീവാണ്. എൻഡിൽ ഇങ്ങനെ ഫ്ലെയർഡ് ആയിട്ട് വരുന്ന ഒരു ടൈപ്പ് സ്ലീവാണ്. ചെസ്റ്റ് ഏരിയയിൽ ആലിയ കട്ട് പോലെ ഒരു ചെറിയൊരു കട്ടിങ് വരുന്നുണ്ട്. ബാക്കിലും ഇങ്ങനെ ഒരു കട്ടിങ് വന്നിട്ട് പ്ലീറ്റ്സ് ആയിട്ടാണ് കിടക്കുന്നത്. ഹാഫ് ലെങ്ത് ആണ് രണ്ടിനും. ഇതിന് മുന്നേ ഞാൻ കാണിച്ച കുർത്തയ്ക്കും ഹാഫ് ലെങ്ത് ആണ്. ഇതും അതുപോലെ തന്നെ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഡ്രസ്സായിട്ട് സ്റ്റൈൽ ചെയ്യാം, കുർത്ത സെറ്റായിട്ട് സ്റ്റൈൽ ചെയ്യാം. രണ്ട് ടൈപ്പിൽ സ്റ്റൈൽ ചെയ്യാം കേട്ടോ. ഇതിൻ്റെ മെറ്റീരിയൽ നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ്. നല്ല കംഫർട്ടബിൾ ആണ്. നമുക്ക് ക്യാഷ്വൽ വെയർ ആയിട്ട് കോളേജിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും ഒക്കെ ഇടാൻ പറ്റുന്ന ഒരു അടിപൊളി കുർത്തയാണ്. ഇതിൻ്റെ റേറ്റ് 620 രൂപ ആ ഒരു റേഞ്ചിലാണ് കിടക്കുന്നത്. സൈസസ് ഒരുപാട് അവൈലബിൾ ആണ്. ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ വേഗം പോയിട്ട് വാങ്ങിച്ചോളൂ കേട്ടോ. ഇപ്പം സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിയാനായി. അപ്പോൾ ഓഫേഴ്സൊക്കെ കഴിയും. അതിന് മുന്നേ നിങ്ങൾ വേഗം ചെക്ക് ചെയ്തോളൂ. തേർഡ് കുർത്ത ഈ ഒരു ഫ്ലോറൽ പ്രിന്റഡ് കോട്ടൺ കുർത്തയാണ്. മാക്സി ലെങ്ത് വരുന്നുണ്ട്. നല്ല ലെങ്ത് ഉണ്ട്. ഞാൻ ഇതൊക്കെ ഇട്ട് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അത്യാവശ്യം നല്ല ലെങ്ത് വരുന്നുണ്ട്. ടൈപ്പ് ഡീറ്റെയിലിംഗ് വരുന്നിട്ടുള്ളൊരു നെക്കാണ്. നോർമൽ സ്ലീവാണ്. 3/4 സ്ലീവാണ്. നല്ല കോട്ടൺ മെറ്റീരിയലാണ്. അടിപൊളി പിങ്ക് ഫ്ലോറൽസ് ആണ് വന്നേക്കുന്നത്. യോക്ക് ഏരിയയിൽ ഒരു കട്ടിങ് വന്നിട്ട് ഇങ്ങനെ പ്ലീറ്റ്സ് വരുന്നുണ്ട്. ആ സെയിം തന്നെ ബാക്കിലും വരുന്നുണ്ട്. ഇതൊരു മെറ്റേണിറ്റി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാം. ഫീഡിങ് ഫ്രണ്ട്ലി അല്ല, ബട്ട് എങ്കിൽ പോലും ഇങ്ങനെ ഒരു കട്ടിങ് വന്നിട്ട് ഇങ്ങനെ കിടക്കുന്ന ഈ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള കുർത്തിയാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അല്ലാത്ത ആൾക്കാർക്കാണെങ്കിൽ പോലും ക്യാഷ്വൽ വെയർ ആയിട്ടാണെങ്കിലും ഓഫീസ് വെയർ ആയിട്ടാണെങ്കിലും ഒക്കെ സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന ഒരു കുർത്തയാണ്. ഇത് ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഇങ്ങനെ ഈ ഒരു കുർത്ത പ്ലെയിൻ ആയിട്ട് സ്റ്റൈൽ ചെയ്യാം. വൈറ്റോ പിങ്കോ അല്ലെങ്കിൽ ഈവൻ ഗ്രീനൊക്കെ ആയിട്ടുള്ള പാൻസിൻ്റെ കൂടെയും സ്റ്റൈൽ ചെയ്യാം. നല്ലൊരു ഭംഗിയുള്ള അടിപൊളി ഒരു കുർത്തയാണ് കേട്ടോ. 599 രൂപയ്ക്കാണ് ഞാനിത് വാങ്ങിച്ചത്. ഈവൻ 400 രൂപയ്ക്ക് ഇത് അവൈലബിൾ ആണ്. പക്ഷേ എങ്കിൽ നോ റിട്ടേൺ ടൈപ്പിൽ ഇത് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങിച്ചിട്ട് റിട്ടേൺ ചെയ്യാൻ പറ്റുന്നതായിരിക്കില്ല. 599 രൂപയ്ക്കാണെങ്കിൽ പോലും നല്ലൊരു കോട്ടൺ മെറ്റീരിയലാണ്. നല്ല ഭംഗിയുള്ള ഒരു കുർത്തയാണിത്. വേഗം ചെക്ക് ചെയ്തോളുക. ഇതൊക്കെ ഈ പ്രൈസൊക്കെ ഓഫേഴ്സിലാണ് കേട്ടോ. ഈ ഒരു ടൈം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ പ്രൈസ് ചേഞ്ച് ആവും. അപ്പോൾ അതിന് മുന്നേ വേഗം പോയി വാങ്ങിച്ചോളൂ. ഇതൊക്കെ പെട്ടെന്ന് ഔട്ട് ഓഫ് സ്റ്റോക്കും ആവും. ഈ ഒരു സെയിൽ നടക്കുന്നുണ്ട്. നല്ല അടിപൊളി സെയിലാണ് നടക്കുന്നത്. അപ്പോൾ എല്ലാവരും നോക്കിയിരുന്ന് വാങ്ങിക്കുന്ന ടൈമാണ് കേട്ടോ. അല്ല, നിങ്ങൾക്ക് ഈ ഒരു പ്രിന്റ് ഇഷ്ടമായിട്ടില്ല എങ്കിൽ വേറെയും കുറേ പ്രിന്റ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു ലിങ്ക് ചെക്ക് ചെയ്ത് നോക്കുക. വേറെയും കുറേ പ്രിന്റ്സിൽ ഈ ഒരു സെയിം ഡ്രസ്സ് അവൈലബിൾ ആണ് കേട്ടോ. അതുപോലെ തന്നെ കുറേ സൈസസും അവൈലബിൾ
നെക്സ്റ്റ് കുർത്ത ദാ ഈ ഒരു ബ്ലൂ ഇൻഡിഗോ കുർത്തയാണ്. സ്ലീവ്ലെസ് ആയിട്ടുള്ളൊരു കുർത്തയാണ്. വി നെക്കാണ്. നെക്കിൽ ഇങ്ങനെ കുറച്ച് ഡീറ്റെയിലിംഗ് ഒക്കെ പോകുന്നുണ്ട്. ഈ ഒരു മെറ്റീരിയൽ കോട്ടൺ ബ്ലെൻഡ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. ഇന്ന് ഞാൻ കാണിക്കുന്ന ബാക്കി എല്ലാ ഡ്രസ്സസും തന്നെ കോട്ടൺ മെറ്റീരിയലാണ്. പക്ഷേങ്കിൽ ഇതൊരു കോട്ടൺ ബ്ലെൻഡ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. പിന്നെ ഈ സെൻറ്ററിലൂടെ ഒരു കട്ടിംഗ് ഒക്കെ വരുന്നുണ്ട്. അത് ബാക്കിലും വരുന്നുണ്ട്. അങ്ങനെയാണ് ഇതിൻ്റെ സ്റ്റിച്ചിങ് പോയേക്കുന്നത്. എ ലൈൻ ആയിട്ടാണ് വന്നേക്കുന്നത്. സ്ലിറ്റഡ് അല്ല. അപ്പം ഇതൊരു ഇച്ചിരി ഒരു തഴുതിരിപ്പുള്ള ആ ഒരു ടൈപ്പ് മെറ്റീരിയലാണ് കേട്ടോ. ഇതിൻ്റെ വേറെയും പ്രിൻറ്റ്സ് അവൈലബിൾ ആണ്. 455 രൂപയ്ക്കാണ് ഞാൻ വാങ്ങിച്ചത്. പക്ഷേ ഇന്ന് കാണിക്കുന്ന എല്ലാ ഡ്രസ്സും എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിലും ഈ ഒരു ഡ്രസ്സ് ഞാൻ അത്രയ്ക്ക് റെക്കമെൻഡ് ചെയ്യില്ല. നിങ്ങൾക്ക് ഈ പ്രിൻറ്റ്സും ഇതൊക്കെ ഈ ഒരു മെറ്റീരിയലൊക്കെ ഇഷ്ടമുള്ളവരൊന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. അത്രേ ഞാൻ പറയുള്ളൂ. ബാക്കിയെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ ഒരു ഡ്രസ്സ് എൻ്റെ ഒരു ചോയ്സിൽ വരുന്നതല്ല കേട്ടോ. നെക്സ്റ്റ് വൺ ദാ ഈ ഒരു കുർത്തയാണ്. ഫ്ലോറൽ പ്രിന്റഡ് പാനൽ കട്ട് എ ലൈൻ കുർത്തയാണ്. കോളേർഡ് നെക്കാണ് വന്നിരിക്കുന്നത്. ബട്ടൺസ് വന്നിട്ടുണ്ട്. ഫസ്റ്റ് ബട്ടൺ മാത്രമാണ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നത്. ബാക്കിയെല്ലാം ഷോ ബട്ടൺ ആണ്. 3/4 സ്ലീവാണ്. നല്ല പ്യുവർ കോട്ടൺ മെറ്റീരിയൽ ആണ്. നല്ലൊരു പ്രിൻ്റാണ്. ഒരു പൗഡേർഡ് ബ്ലൂ കളേഴ്സിലുള്ള ഫ്ലോറൽസ് ആണ് വന്നിരിക്കുന്നത്. പ്രിൻസസ് കട്ട് വന്നിട്ട് അതാണ് കേട്ടോ. താഴേക്ക് പാനൽ കട്ടായിട്ട് പോയിരിക്കുന്നത്. ദ ബാക്കിലും അതുപോലെ തന്നെ 3 പാനൽസ് ആണ് വന്നിരിക്കുന്നത്. കോളർ നെക്ക് ഇഷ്ടമാണ്. ഇങ്ങനെ എ ലൈൻ ആയിട്ടുള്ള ഒരു കുർത്ത ഇഷ്ടമാണെങ്കിൽ ട്രൈ ചെയ്യാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ളൊരു കുർത്തയാണ് ഇത്. 659 റുപ്പീസിനാണ് ഞാൻ വാങ്ങിച്ചത്. ആ ഒരു പ്രൈസിനൊക്കെ അടിപൊളിയായിട്ടുള്ളൊരു കുർത്തയാണ് കേട്ടോ. ഇതിൻ്റെ സ്ലിറ്റൊക്കെ വന്നിരിക്കുന്നത് താഴ് ഭാഗത്തായിട്ടാണ്. നല്ല ഭംഗിയുണ്ട്. ഞാനിത് ഇട്ട് കാണിച്ചു തരാം. എനിക്ക് ഈ കുർത്ത ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പോൾ ലിങ്ക്സ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. ചെക്ക് ചെയ്ത് നോക്കുക. ഈ ഒരു കുർത്തയ്ക്ക് എല്ലാ സൈസസും അവൈലബിൾ ആണ്. അത് മാത്രമല്ല ഇതിൻ്റെ വേറെ കളേഴ്സും പ്രിൻസും ഒക്കെ അവൈലബിൾ ആണ്. ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. നെക്സ്റ്റ് കുർത്ത ദാ ഈ ഒരു കുർത്തയാണ്. ഇത് സ്ലീവ്ലെസ് ആയിട്ടുള്ള ഈ സ്ട്രാപ്സ് വരുന്ന ടൈപ്പിലുള്ള കുർത്തയാണ്. സ്ക്വയർ നെക്കാണ്. നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് വന്നേക്കുന്നത്. സ്ലിറ്റഡ് ടൈപ്പുള്ള കുർത്തയാണ്. എങ്കിൽ പോലും ഇത് ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. കാരണം പാനൽ കട്ടിംഗ് ആണ് വന്നേക്കുന്നത്. പാനൽ കട്ടിങ് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ആ സ്റ്റിച്ചിങ് നമ്മൾ ഇട്ട് കഴിയുമ്പോൾ അടിപൊളിയായിട്ട് കിടക്കും കേട്ടോ. നല്ല ഫിറ്റിംഗ് ആയിരിക്കും. ഇത് ഞാൻ എടുത്തേക്കുന്നത് XL സൈസാണ്. കാരണം അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു XL 38 ആണ് വരുന്നത്. യൂഷ്വലി ഞാൻ ചൂസ് ചെയ്യുന്നത് 38 സൈസാണ്. പക്ഷേങ്കിൽ ഞാനിത് ഇട്ട് നോക്കുമ്പോൾ നല്ല ലൂസാണ്. എനിക്ക് ലാർജ് എടുത്താൽ മതിയായിരുന്നു. അപ്പോൾ നിങ്ങൾ അതൊന്ന് നോക്കിയിട്ട് വേണം വാങ്ങിക്കാൻ. ഇപ്പോൾ 38 എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും XL എടുക്കേണ്ട ആവശ്യമില്ല. ലാർജ് എടുത്താൽ മതിയായിരുന്നു. ഇപ്പം മീഡിയം ആണ് നിങ്ങളുടെ സൈസ്. മീഡിയം ആകുമ്പോൾ എന്താണെങ്കിലും 36 ആയിരിക്കും വരിക. പക്ഷേങ്കിൽ അതിനകത്ത് മീഡിയത്തിന് 34 എന്നായിരിക്കും മെൻഷൻ ചെയ്തിട്ടുണ്ടാവുക. ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് മീഡിയം തന്നെ വാങ്ങിക്കാവുന്നതാണ്. അതായിരിക്കും നിങ്ങൾക്ക് പാകം. ഈ ഒരു ഡ്രസ്സ് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. ഇതിപ്പം ഇത്രയും ലൂസായ സ്ഥിതിക്ക് എന്താണെങ്കിലും എനിക്കിത് ട്രൈ ഓൺ ചെയ്ത് കാണിക്കാൻ നിവർത്തിയില്ല. ഒത്തിരി ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. ബ്ലൂവിൻ്റെയും ഗ്രീൻസിൻ്റെയും അങ്ങനെ കുറേ ഷെയ്ഡ്സ് ഉണ്ട് കേട്ടോ. 460 രൂപ ആ ഒരു റേഞ്ചിലാണ് ഞാൻ വാങ്ങിച്ചത്. നല്ല കളേഴ്സ് ഉണ്ടല്ലോ. അപ്പോൾ അതിനനുസരിച്ച് അതിൻ്റെ പ്രൈസും വേരി ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്ത് ലിങ്ക്സ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. ഇതിന് മുന്നേ ഉള്ള ഹാൾസിൻ്റെയും ലിങ്ക്സ് ഒക്കെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ അടിപൊളി സെയിലാണ് നടക്കുന്നത്. ഇതുവരെ നിങ്ങൾ കണ്ടുവച്ചിട്ടുള്ള പ്രോഡക്ട്സ് ഒക്കെ വാങ്ങിക്കാൻ പറ്റിയ ഒരു ടൈമാണ്. നല്ല ഓഫേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിലും കുറഞ്ഞ ഓഫേഴ്സിൽ ഇനി വരാൻ ചാൻസേ ഇല്ല കേട്ടോ. അപ്പം വേഗം ചെക്ക് ചെയ്ത് വാങ്ങിച്ചോളാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ ബൈ.